എൻ്റെ മുന്നിൽ ഒട്ടും ഭയമില്ലാതെ നമ്മളെ നോക്കി നിൽക്കണ ഈ വരാല് കുഞ്ഞുങ്ങളെ കണ്ടില്ലേ? ഓമാരെ നമുക്ക് വേണമെങ്കിൽ ക്യാബിലിറ്റ് വെച്ചോ ചൂണ്ട വെച്ചൊക്കെ പിടിക്കാം. പക്ഷെ നമ്മൾ പിടിക്കാഞ്ഞത് വേറെ ഒന്നല്ല കേട്ടാ. നമ്മുടെ വീടിൻ്റെ അടുത്ത് ചേട്ടാ ഈ ഒരു കൊല്ലം തൊട്ട് ഈ കുളത്തിൽ 2000-ലധികം കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പീസിന് 6 രൂപ റേറ്റ് എന്നാട്ടാ ചേട്ടൻ പറഞ്ഞത്. എൻ്റെ കയ്യിലിരിക്കണ ഈ ഒരു തീറ്റയാണ് ആ ചേട്ടൻ ബൈറ്റായിട്ട് ഇടുന്നത്. 3 മാസത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിക്ക് മീനുകൾ വളർച്ച എത്തിണ്ടാന്ന് കേട്ടോ. നമ്മളെ ഇന്ന് കുറച്ച് തീറ്റ എടുത്ത് അവന്മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റ് ജീവികൾ വരാണ്ടിരിക്കാൻ ചേട്ടാ ഇവിടെ നെറ്റ് വെച്ച് നല്ല രീതിക്ക് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളധികം വൈകാതെ തന്നെ നമ്മൾ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യം പുലർച്ചെ നല്ല രീതിക്ക് മീൻ്റെ ആക്ടിവിറ്റി ഉണ്ടാകുന്നു കേട്ടോ. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഈ ചാല് കടന്നിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ. അതിന് മുന്നേ തന്നെ നമുക്ക് നല്ലൊരു വരാലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു നാടൻ വരാലിനെ നമുക്ക് കിട്ടിയിട്ടില്ല. 3/4 കിലോ റേഞ്ച് വരുന്ന മീനായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം നല്ല രീതിക്ക് നമ്മുടെ ഫ്രോഗ് വിഴുങ്ങിണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഗ്രിപ്പർ വെച്ച് നമ്മൾ പ്ലെയർ വെച്ച് ഫ്രോഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ നേരെ കവറിലിടാനും പോകണം. വേറെ ഒന്നല്ല, നമ്മുടെ ചുറ്റും കുറച്ച് പട്ടികളും പൂച്ചകളൊക്കെ ഉണ്ട്. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും അവന്മാർ കടിച്ച് കീറി കൊണ്ടുപോകും. അങ്ങനെ അവൾ നമ്മൾ നേരെ കവറിലിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് കുളിച്ചിട്ട് നമ്മൾ നേരെ മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നപ്പോട്ടാ ഈ ഒരു തവളനാണ്ട. ഇവനാണെങ്കിൽ നമ്മുടെ കരിപ്പിട്ടിട്ട് അങ്ങനെ മുകളിൽ നിൽക്കണേ. ഇവൻ കുറേ ഗപ്പി കുട്ടികളെ നമ്മളെ തിന്നുണ്ട്. ഇവനെ നമ്മൾ എന്തായാലും ഇന്ന് വക വരുത്താനും പോണേ. നമ്മുടെ കയ്യിലുള്ള ഒരു വടി എടുത്ത് നേരെ അവൻ്റെ തലം ഒരു കുട്ടി കൊടുത്ത പാശ എന്താ ടാങ്കിലേക്ക് വീണുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കരിപ്പിടിയും കണ്ടു നോക്കിയുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ നമ്മുടെ തീറ്റ കൊടുക്കാൻ പോവാ പ്രാവൾക്ക്. അരിട്ട് കൊടുത്തപ്പോൾ തന്നെ അതിൽ എണ്ണം കുറഞ്ഞെന്ന് നമുക്ക് മനസ്സിലായി. മഴക്കാലം ചിറകൂട്ടി തന്നെ പൂച്ചകൾ കുറേ പ്രാവളെ നമ്മളെ പിടിച്ചു കേട്ടോ. അതായത് നമ്മൾ നേരെ ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോയാൽ നമ്മൾ കാലത്ത് പിടിച്ച ബ്രാലൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ചെറിയൊരു ബ്രാലിനെ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ല. അവന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അനുപമാരൊക്കെ നമ്മൾ ഈ ഞായറാഴ്ച എന്തായാലും സെയിൽ ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല, പിന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ.